السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അയ്യാമു തശ്രീഖിന്റെ നാളിൽ ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നസ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുകയുണ്ടായി. ഈ സൂറത്ത് ഇറങ്ങുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയ ശേഷമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അവസാനിക്കാറായി എന്ന് തങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് അവിടുത്തെ സ്വഹാബത്ത് വളരെ വേദനയോടെ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. പല സ്വഹാബിമാരുടെയും മനസ്സിൽ വല്ലാതെ വേദനയുണ്ടാക്കിയിരുന്നു ഈ സന്ദർഭത്തിൽ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതോർത്ത് കരയുന്നുണ്ട്. കരച്ചിൽ പിന്നീട് നിലവിളികളിലേക്ക് എത്തുന്നുണ്ട്. കാരണം ദീനിന്റെ പോരായ്മ ഖാതിമുൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടോടുകൂടെ ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇക്മാലിന്റെ ആയത്തുകൾ അവതീർണമായ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തുന്നുണ്ട്. അന്നു തന്നെ അവിടുത്തേക്ക് തലവേദന അനുഭവപ്പെട്ടു. ശരീരത്തിലാകെ തളർച്ചയും അനുഭവപ്പെടുന്നു. യാത്രാഭാരങ്ങളിൽ നിന്നെല്ലാം മോചിതനായപ്പോൾ പിന്നീട് രോഗം ഭേദമാകുന്നുണ്ട്. വർഷം സഫർ മാസത്തിൽ രോഗം ബാധിതയാകുന്നുണ്ട്. അബൂ മുഹമ്മദ് ബസ്വരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. സഫർ 27 രാത്രി ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായത്. അടിമ സ്ത്രീയായിരുന്ന റൈഹാനയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ രോഗം ഉണ്ടാകുന്നത്. ഈ ശനിയാഴ്ച രാത്രിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖയിൽ പോയി ഖബറാളികൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത്. രോഗബാധിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി മാറി ഭാര്യമാരെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ മൈമൂന ബീബി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുകയുണ്ടായി. അവിടെ നിന്നാണ് രോഗം കഠിനമാകുന്നത്. ആ സമയത്ത് മറ്റുള്ള എല്ലാ ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടി അവരോടെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറാൻ സമ്മതം ചോദിക്കുന്നുണ്ട്. എല്ലാ ഭാര്യമാരും അതിന് സമ്മതം കൊടുത്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാറി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ കഠിനമായ പനി അനുഭവപ്പെട്ടിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ തന്റെ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങയുടെ പനിയുടെ കടുപ്പം കാരണത്താൽ എനിക്ക് കൈവെക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു മറുപടി പറയുന്നത്, പ്രവാചകന്മാർക്ക് പരീക്ഷണവും പ്രതിഫലവും
ഇരട്ടിയായിരിക്കുമെന്നാണ്. ഈ സമയത്തും മഹബത്തിന്റെ ലഹരി പൂണ്ടുപിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, തങ്ങൾ എനിക്ക് അങ്ങയെ ചികിത്സിക്കാനും പരിചരിക്കാനുമുള്ള സമ്മതം നൽകുമോ? റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അബൂബക്കർ റളിയല്ലാഹു അൻഹുവേ, എൻ്റെ ഭാര്യമാരും സന്താനങ്ങളും എന്നെ ചികിത്സിക്കാതിരുന്നാൽ എൻ്റെ പ്രയാസം അവർക്ക് വർദ്ധിക്കും. താങ്കൾക്ക് അല്ലാഹു തആല പ്രതിഫലം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനിയുടെ കാഠിന്യം കാരണത്താൽ തങ്ങൾ ശരീരഭാഗത്തിലൂടെ വെള്ളമൊഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കുകയും മരുന്നുകൊണ്ടും മുഅവ്വിദത്ത് കൊണ്ടും ഒക്കെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തേക്ക് കഴിയും വിധം ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യാൻ മുതിരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ദീനാറുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ആ 7 ദീനാറുകൾ അവിടുത്തേക്ക് രോഗം ബാധിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഉടനെ സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയ ആ തിങ്കളാഴ്ച ദിവസമായപ്പോൾ മറ ഉയർത്തി വാതിൽ തുറന്ന് ജനങ്ങളുടെ സുബ്ഹി നിസ്കാരത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പുറപ്പെടുന്നുണ്ട്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് നടക്കുകയാണ്. ജനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവിടുത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആംഗ്യ ഭാഷയിൽ അവരോട് നിസ്കാരം പൂർത്തീകരിക്കാൻ കൽപ്പിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ജനങ്ങളും പിരിയുകയുണ്ടായി. ഈ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിലും സ്വഹാബത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇടയ്ക്കിടെ അവരിൽ വന്ന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ് വഫാത്താകുന്നത്. 63 വയസ്സുണ്ടാകുമ്പോഴാണ് അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്നത്. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ കഴിയും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു കട്ടിയുള്ള ഷർട്ടും അതുപോലെ പരുപരുത്ത അരയുടുപ്പും കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വസ്ത്രത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോകുന്നത് എന്ന് അവിടുത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്ത് നടക്കുകയുണ്ടായി. ആ ബൈഅത്തിന് ശേഷം ജനങ്ങളെല്ലാം ചൊവ്വാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണാനുബന്ധ മുറകളിലേക്ക് പ്രവേശിച്ചു. തങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഫളൽ റളിയല്ലാഹു അൻഹു, ഉസ്മ റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു, സാലിഹ് റളിയല്ലാഹു അൻഹുവും സമ്മേളിച്ചിരുന്നു. വീട്ടിൽ അന്യര് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വാതിലിനു പിന്നിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ സൗഭാഗ്യത്തിൽ നിന്ന് എനിക്കും ഒരു അവസരം തരുമോ?
ഉടനെ അലി റളിയല്ലാഹു അൻഹു പ്രവേശിക്കാൻ അനുമതി നൽകി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സാധാരണ മയ്യിത്തുകളിൽ നിന്ന് കാണുന്നതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെളുത്ത 3 യമൻ വസ്ത്രങ്ങളിലാണ് കഫൻ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ മറമാടുന്ന സ്ഥലത്തിൽ ഭിന്നതയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. മറമാടാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് യാതൊരു പ്രവാചകന്മാരും വഫാത്താവുക. അതുകൊണ്ട് അവിടെ തന്നെ വിരിപ്പിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടുകയുണ്ടായി. ഈ വഫാത്തിന്റെ ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് ആരു പറഞ്ഞാലും എൻ്റെ ഈ വാള് ഞാനവനു നേരെ ഉയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആദ്യം അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സ്വഹാബത്തിനോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ജനം ശ്രദ്ധിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റിയും അവിടത്തേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.